Aliens. കറി എന്തായി? കറി തിളയ്ക്കുന്നു. അതിന് ഉപ്പും മുളകൊക്കെ ഉണ്ടോ? നോക്കിയോ വല്ലതും? കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടിട്ട് ആർക്കും കുഴപ്പമില്ല. കണ്ടോ പല്ലി ജലച്ച്. ഒരു നുള്ളുപ്പില്ല. ഉപ്പിട്ടായിരുന്നു, ഒരുപാട് ഉപ്പിട്ടായിരുന്നു. ഉപ്പേതാ? ഓ ഉപ്പേതാ? മുളകുണ്ടോ? ഒന്നും അവക്കറിയാൻ പാടില്ല. ഒരു വീട്ടിൽ ചെല്ലേണ്ട പെണ്ണ. പിന്നെ ഉപ്പും മുളകും തിരിച്ചറിയാൻ എന്നെ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കെട്ടിച്ചോന്നെ. അത് നെല്ലത് അവിടെ കിടപ്പുണ്ട്. എന്തോന്നു? നീ പറഞ്ഞ ചീഞ്ഞ കോമഡി മാറങ്ങോട്ട്. ഓ അല്ല ശരി, അമ്മയുടെ ചീഞ്ഞ ചളികളൊക്കെ പറക്കാൻ വേണ്ടി കോർപ്പറേഷനിൽ നിന്ന് വണ്ടി വിട്ടിട്ടുണ്ടെന്ന് സൂഫിയാൻറ്റി പറഞ്ഞായിരുന്നു. ഇച്ചിരി പഴുപ്പായപ്പോഴത്തേനും ഉളങ്ങു. ആ തുടങ്ങി. ഒരു വിലയും തന്നെയല്ല, ഒരു വില. നീ വന്നോണ്ട ഇപ്പൊ ഞാൻ ഈ ചിക്കൻ ഉണ്ടാക്കുന്നത്. എനിക്ക് മാത്രം കഴിക്കാനാണോ ചിക്കൻ? എന്താണ് അമ്മയും മോളോട് പാചകം? റൊണാൾഡേ, രാവിലെ ഒരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വഴിക്ക് വരൂലേടാ നീ? മുത്തോടെ പോയിരുന്നു രാവിലെ. നിന്നോടാ ഞാൻ ചോദിച്ചത്. ഞാനോ? ഒരു സ്ഥലത്ത് പോയ പിന്നെ പോയ വഴിയാണ്. ഈ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. എന്റെ പൊന്നു മെമ്പറെ, നിങ്ങൾ വിളിക്കുമ്പോ ഞാൻ ഇവിടെ വന്ന് ഹാജര് വെക്കാൻ ഞാൻ വെറുതെ ഇരിക്കല്ലേ. മനസ്സിലായി, ഒരുപാട് ജോലികളുണ്ട്. അതെ അതെ, നീ ഇവിടുത്തെ ജില്ലാ കളക്ടറാന്ന് ഇപ്പൊ ആർക്കും അറിയാൻ പാടില്ലാത്തത്. ഉപ്പ് കൂടിയില്ലേ? ഇല്ല, ഒരു കൂടുതലും ഇല്ല. മര്യാദക്ക് ഞാൻ ഉപ്പിട്ട. ദേ എടാ, ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഉപ്പിന്റെ പരുവം പറയാം. റൊണാൾഡേ, എന്തോ നമുക്കേ നമ്മുടെ ആ മിക്സി പിന്നെ കേടായിടാ, അതൊന്ന് കൊണ്ടുപോയി ഒന്ന് ഇതാക്കണം. ഇവിടുത്തെ ആ ജാമ്പാന്റെ മിക്സി എന്നെ കിട്ടൂല. എന്ത് കട ചെന്ന് കയറി ആ ബാഗലെണ്ണ ചോദിക്കാൻ നാണോ മാനോ ഇല്ലടാ, ഈ പൊടുത്തത് കൊണ്ട് വീണ്ടും വീണ്ടും വരാനെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകത്തില്ല. എന്നാ പിന്നെ നീ ഒരു പുതിയത് മേടിച്ചാ? പിന്നെ എന്റെ പൈസ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല. ഇന്നാളെ ബാഗലെണ്ണം പറഞ്ഞ് ഈ ഊത്ത സാധനം കൊണ്ട് മേലെ കടയിലോട്ട് വരാം. ഒന്ന് അരക്കണോന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അമ്മിക്കകത്തിട്ട് കൈയുടെ ഒരു പാടില്ല. എന്റെ പേര് തങ്കം എന്നാണല്ലോ, അപ്പൊ ഞാൻ അരയ്ക്കാം. നിങ്ങളൊരു കാര്യം ആലോചിക്കണം മോളെ, ഒരു മെമ്പറാണ്, ഒരു നേതാവിന്റെ ഭാര്യയാണ്. ഈ പുഴുത്ത സാധനം കൊണ്ട് എത്രാമത്തെ പെൻഷൻ പറ്റിയത് ഇവരെക്കാളും പ്രായം ഉണ്ടാ മിക്സിക്ക്. ഇതുകൊണ്ട് കയറി അതിനകത്ത് തേങ്ങ അരച്ചണ്ടല്ലേ പാല് പോലെ വരുന്നത്. തേങ്ങ പിന്നെ പാല് പിടിച്ചാൽ മതിയല്ലോ, തേങ്ങ അരക്കേണ്ട കാര്യമില്ലല്ലോ. അതാകുമ്പോ റൊണാൾഡേ, ക്ലീറ്റും ഇല്ലാത്തതുകൊണ്ടല്ലേടാ നിന്നെ ഇങ്ങനെ കാല് പിടിക്കുന്നത്. ക്ലീറ്റോ മച്ചമ്പി കൊണ്ടുപോകായിരുന്നോ? അപ്പോഴും ഞാൻ തന്നെയല്ലേ. എന്റെ പൊന്നു എന്തൊരു ജാടയാണ്. മോളും കൂടെ വാ. എന്നിട്ട് ആ കടക്കാരൻ പറയുന്ന അതേപോലെ കൊണ്ട് അമ്മയെന്ന് പറഞ്ഞു കേൾപ്പിക്കുക. നാണക്കേട്. ഇനി പറയില്ല. ഇത് ലാസ്റ്റ്. ഒരു കാര്യം ചെയ്തേ, അവന് ട്യൂഷൻ വേണം. അവനെ ട്യൂഷൻ ക്ലാസ്സിലും ആക്കി ആ മിക്സിയും കൊടുത്തിട്ട് നീങ്ങുവാ. എനിക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ മിക്സിയും ശരിയാക്കി ഇവനെ ട്യൂഷൻ ക്ലാസ്സിലും വിട്ടിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇവനെ വിളിച്ചോണ്ട് വന്ന് ഇവര് ചോറും കൊടുത്ത് ഇവനെ കുളിപ്പിച്ച് ഉറക്കി കിടത്താം. എന്ത് പറയുന്നു? എനിക്ക് കുഴപ്പമില്ലടാ, ഞാൻ നിന്നെ എന്റെ സഹോദരനായിട്ട് കണ്ടു. സീരിയലിലെ അമ്മച്ചിമാര് പറയുന്ന ഡയലോഗ് ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരണ്ട. ലാസ്റ്റ് ഇനി ഒരു തവണ പോലും ഈ മിക്സി കൊണ്ട് ഞാൻ ആ കടയിൽ പോകും. വേണ്ട. അങ്ങനെ ചിക്കൻ കുരുട്ടി എന്തെങ്കിലും കഴിക്കാൻ തരും. നല്ല വിശപ്പ്. മോനെ 2 മിനിറ്റ്. രാവിലെ കഴിച്ചല്ലേ കൊച്ചേ? അത് വെറും മുളകരച്ചത് കൂട്ടിയാണ് മേഡം. ശരി ശരി ശരി, ഇപ്പൊ കൊണ്ടുവരാം. ഒരു മിക്സി മേടിച്ചോളാം. ട്യൂഷൻ പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഇത് മൂടിയില്ലായിരുന്നോ? പല്ലി, എന്റെ ദൈവമേ. എന്റെ പൊന്നേ, എന്റെ കറി മൊത്തം പോയി. എടാ പല്ലി. പല്ലിയാ? എന്തില്? കറിയില്. കറിയില് പല്ലി കിടക്കുന്നു. ഇത് നോണ. ചെന്ന് നോക്ക്, ഞാൻ എന്താ നോണ പറയുന്നത്? പല്ലിയാ? ദൈവമേ, എന്തോരം കഷ്ടപ്പെട്ടു.
വിട്ട് ഞാൻ കറി ഉണ്ടാക്കിയത്. എനിക്ക് പാടോ ഇല്ലേ ഈ സാധനം ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്ന മേമൂടി വെച്ച് നമുക്ക് അടച്ചുവിടായിരുന്നോ? അത് പല്ലിയല്ല, ഇതിനകത്ത് പഴുതാരം ഒന്ന് വീഴാന്. ഞാൻ അറിഞ്ഞപ്പോ അതിനകത്ത് പല്ലി വീഴുന്ന്. ആ അറിയണമായിരുന്നു, വീട്ടന്മാരതൊക്കെ അത് ശ്രദ്ധിക്കണം. മിക്സി നന്നാക്കി തരൂല എന്ന് പറഞ്ഞപ്പോ അതില് ഞാൻ പുറത്തോട്ട് ആ വന്നതാ. അതും കറങ്ങി തിരിഞ്ഞ് എന്റെ മണ്ടയിലായി. അത് കറങ്ങി തിരിഞ്ഞ് ഇതെനിക്കറിയാം. എനിക്ക് ഇച്ചിരി കറി തരണമെന്നുള്ള ചിന്ത അതിനകത്ത് അസൂയ വർക്കൗട്ട് ചെയ്തു. മേളിൽ നിന്ന് പല്ലി വന്ന് വീണ് ആരും കഴിക്കണം തീരുമാനിച്ചു. ആ മേളിൽ പോയി കഴിച്ചോളാം. ആ മേളിൽ പോയി കഴിച്ചോളാം. ഇച്ചിരി കറി തരുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം. പൊന്നു ട്യൂഷന് പോയിട്ട് വാ മക്കളെ. ചിക്കൻ കറി ഇല്ലേ? ചിക്കൻ കറി അല്ലേ അതിനകത്ത് പല്ലി വീണിരിക്കുന്നത്. ആകെ ഒരു ദിവസം വരെ ഇവിടെ എല്ലാവർക്കും കറി കൂട്ടാൻ പറ്റാത്തതിന്റെ എന്റെ കാശ് പോയി. ചേച്ചി ആ ചേച്ചി ഓ ചേച്ചി ആടി എന്തുപറ്റി ചിക്കൻ കറിയിൽ പല്ലി വീണ? ഓന്നേ ഞാനൊരു തുള്ളി പോലും കറിന്ന് എടുത്തില്ലടി. കറി ഓഫ് ചെയ്ത് റൊണാൾഡിനോട് മിക്സിയുടെ കാര്യം പറഞ്ഞ് തിരിച്ചാ ചെറുക്കന് ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് കറി എടുക്കാൻ ചെന്നപ്പോ ദേ ചത്ത് മലച്ചു കിടക്കുന്നു. എനിക്കങ്ങ് ചേച്ചി കഴിഞ്ഞ ദിവസം ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു ചേച്ചി. സാമ്പാറിൽ ഞാൻ താളിച്ചങ്ങ് വെച്ചേ. എന്നിട്ട് ഞാൻ എന്തോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ദേ സാമ്പാറും പാത്രത്തിൽ കിടക്കുന്ന പറഞ്ഞാ. എന്നിട്ട് ഞാൻ ആരോടും മിണ്ടില്ല, അത് അങ്ങനെ കൊണ്ട് കളഞ്ഞ്. എന്നിട്ട് പിന്നെ ഏട്ടന് ഞാൻ ചമ്മന്തി അരച്ചാ കൊടുത്തു. ഞാൻ കളഞ്ഞിട്ടില്ല, അത് അങ്ങനെ വെച്ചേക്കും. കളയണം. ഈ അമ്മായി പറയുവാണേ അതൊക്കെ ഭയങ്കര ദോഷമാന്ന്. എന്ത് ദോഷം? എന്റെ സവാള ഉള്ളിയും പോയതിന്റെ വിഷമത്തില് ഞാനിരിക്കുന്നത്. സവാള ഉള്ളിയുടെ കാര്യം കള. ദോഷം അഗൗളിശാസ്ത്രം എന്ന് പറഞ്ഞ ശാസ്ത്രത്തെ കുറിച്ച് നിനക്കറിയാമോ? അത് അന്നത്തിൽ വീഴാൻ പാടില്ല, ദേഹത്തിൽ വീഴുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് ദോഷം തന്നെ. ഒന്ന് പോകും ആദ്യം വേണ്ടേ നീ ഒന്ന് ആലോചിച്ചോക്ക്. എന്തോ ഈ കുടുംബത്തിൽ എന്തോ വലിയ ദോഷമുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ അടുക്കളയിലും ഇവിടുത്തെ അടുക്കളയിലും ഒരേപോലെ വീഴുവോ? അല്ല അങ്ങനെ ദോഷം ഉണ്ടെങ്കിൽ നമുക്ക് പള്ളിയിലെ അമ്പലത്തിൽ എന്തെങ്കിലും പോയി വഴിപാട് മെഴുതിരിയൊക്കെ കത്തിക്കാൻ ചേച്ചി. എടി പെണ്ണെ, അമ്പലത്തിൽ പോകുന്നേയും പള്ളി പോകുന്നതൊക്കെ ശരിയാ. എന്നാലും എന്തോ ദോഷമെന്ന് എവിടെയെങ്കിലും ചെന്ന് നോക്കാതെ പരിഹാരം കണ്ടാൽ മതിയോ? ദോഷം ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ എന്താ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ലേ. കനകന് ജോലിയിൽ പ്രശ്നം വന്നില്ലേ, അമ്മാവനെ പോലീസ് പിടിച്ചില്ലേ. ക്ലീറ്റോയ്ക്കാണെങ്കിൽ പ്രശ്നം ഒഴിഞ്ഞിട്ട് സമയമില്ല. റൊണാൾഡിനെയോ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഉണ്ടോ ഇല്ലയോ? എന്താ ചെയ്യുന്നത്? എനിക്കൊരു ജോത്സ്യനെ അറിയാം, നമുക്ക് രാവിലെ ഒന്ന് പോയി നോക്കിയാലോ? വാ, നമുക്കൊന്ന് നോക്കി എന്തോന്ന് അറിഞ്ഞിട്ടല്ലേ അതിന് പരിഹാരം കാണുന്നത്. ഇതിപ്പോ അല്ലത്തിന് രണ്ടടുക്കളയിലും വീണില്ലേ? അതോ എടി ഒന്ന് അങ്ങോട്ട് അതങ്ങ് അങ്ങ് തീ ഓഫ് ചെയ്ത് ഞാൻ ഒന്ന് പോയി തിരിച്ചു വന്നേ. ഞാനും ഇങ്ങനെ തന്നെ ഇരുന്ന് ഒന്ന് പോയി തിരിച്ചു വന്ന് നോക്കുമ്പോ ഇത്രയും നാളായിട്ടില്ലാത്ത ഒരു കൃതി. അതാ ഞാൻ പറഞ്ഞത്, എന്തോ വലിയ ദോഷമാ. നമുക്കൊന്ന് പോയി നോക്കാം കൊച്ചുങ്ങളെ. നിനക്കൊന്ന് വന്നാൽ മതി രാവിലെ. നോക്കണേന് എന്താ കുഴപ്പം? ഇനി ദോഷം ഉണ്ടെങ്കിൽ അറിയാലോ. ദോഷം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം പരിഹാരം കണ്ടാ പോരെയോ? ഒന്ന് പോയി നോക്കാം. എന്നാ നാളെ പോയാലോ? ആ പോവാം, രാവിലെ വരണം. എനിക്കങ്ങ് വിഷം, ഞാൻ അത് കൊടുത്ത് കളയട്ടെ. ഇനി എനിക്ക് സങ്കടം വരും. രാവിലെ പോണം കേട്ടോ, ഒരു 8 മണിയൊക്കെ ആകുമ്പോ. ആ മതി മതി. ഇതോടുകൂടി തീർന്നാ മതിയായിരുന്നു. ദോഷമില്ല. ഇനി വിഷമിക്കുന്ന വേണ്ടല്ല, ശരിയായിക്കോളും. അതവിടെ അവിടെ വെച്ചേക്ക്. തങ്കം, ഡേ ഇങ്ങോട്ട് നമ്മളൊരു കാര്യം പറയട്ടെ. ഇതന്നെ പോവാണോ? ആ ഞാൻ ഇന്ന് അത്യാവശ്യമായിട്ടൊന്ന് പോണം. എടി നീ ഇന്നാളില്ലേ എന്നോടൊരു ഈ സ്ത്രീകൾക്കെതിരെ നടന്ന എന്തോ ഒരു അതിക്രമത്തിനൊക്കെ ഒരു കാര്യം നീ പറഞ്ഞില്ലായിരുന്നോ? അത് മറ്റേ വൺ സ്റ്റോപ്പ് സെന്ററിനെ പറ്റിയാണോ? ആ അങ്ങനെ എന്തോ അല്ലേ നീ എന്താ പ്രശ്നം? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിപ്പണിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അല്ല, സ്നേഹിച്ച് ഒളിച്ചോടി പോയ ഒരു പെങ്കൊച്ച്. ഓടി അവൻ വീണ്ടും പ്രശ്നമാ കൊച്ചെ. അപ്പൊ ആ ചെറുക്കൻ ഇച്ചിരി ഒതുങ്ങിന്ന് പറഞ്ഞ ഒതുങ്ങിയതായിരുന്നു. അവൻ വീണ്ടും തുടങ്ങി ആ പെണ്ണിനെ അങ്ങ് അടിച്ചു. അതെന്തോ ചെയ്യണോന്നറിയാം. ഒരു കഴിവില്ലാത്ത ഒരു പെങ്കൊച്ച്. വീട്ടിലോട്ട് പോകാൻ പാടില്ല. അതെങ്ങനെ അടി ഒളിച്ചോടി വന്നപ്പോ അവരും ആ പെണ്ണിനെ അങ്ങ് കളഞ്ഞു. ഇപ്പൊ അതിന് എവിടെ പരാതി പറയണം, എങ്ങനെ പറയണം, ആരോട് പറയണോന്ന് അറിയാൻ വയ്യാന്ന്. ബെസ്റ്റ് ഒരു സഹായിച്ചേ.
നീ അതിനെ ഒന്ന് പറഞ്ഞു അതിനല്ലേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ നമ്മുടെ സർക്കാർ ഈ സെന്ററുകൾ പ്രവർത്തിക്കണം. പിന്നെ എന്തിനാ ഈ 1 സ്റ്റോപ്പ് സെന്ററുകള്? ഞാൻ വിളിച്ചാ. ഹലോ, ആ ശ്യാമ, ഞാനാ ഗിരിജ. ആ മോളെ, നീ പറഞ്ഞ കാര്യേ ഞാൻ ഞങ്ങളുടെ തങ്കത്തിനോട് പറഞ്ഞിട്ടുണ്ടേ. അവള് നിന്നോട് പറഞ്ഞു തരും, നീ അതൊന്ന് കേക്ക്. ആ ഹലോ. ആ അയ്യോ, വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ ഇവിടെ 1 സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതെവിടെയാണ് നമ്മുടെ ജില്ലയിൽ നിന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ട് അമ്മായിനോട് പറഞ്ഞേക്കാം. അവിടെ പോയിട്ട് ഒരു പരാതി അങ്ങ് കൊടുക്കുക ഭർത്താവിനെതിരെ. അയ്യോ എൻ്റെ ശ്യാമയെ പേടിക്കണ്ട, ഞാനല്ലേ പറയണേ. ഒന്നാമത്തെ ഈ സെന്ററുകൾ എന്തിനാ പ്രവർത്തിക്കുന്നത്? ഇങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ, ഇങ്ങനെ അതിജീവിച്ച സ്ത്രീകളെ സംരക്ഷിക്കാൻ, അവർക്ക് നിയമസഹായം കൊടുക്കാൻ, അവർക്ക് വൈദ്യസഹായം കൊടുക്കാൻ, ഇങ്ങനെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ ഒരു സ്ഥലത്ത് നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലയിലും 24 മണിക്കൂർ ഓരോ സെന്റർ വെച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഓ, ധൈര്യമായിട്ട് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. ഞാനിത് അമ്മായിനോട് വിളിച്ച് പറയാം കേട്ടോ. ആ ശരി, ധൈര്യമായിട്ടിരുന്നോ. ഇതേ അമ്മായിയുടെ കൊടുക്കാം, ഇത്രയും കാര്യമുള്ളൂ. ആ ശരി മോളെ, വെച്ചോ, ഞാൻ വിളിക്കാം. ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. വഴി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ? ഇത് മാത്രമല്ല, ഇപ്പൊ സ്ത്രീകൾക്ക് സാക്ഷരത, പിന്നെ ഡിജിറ്റൽ കാര്യങ്ങളിൽ, ഓൺലൈൻ കാര്യങ്ങളിൽ നമുക്ക് അത്ര കാര്യങ്ങൾ എപ്പോഴും അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകളെ കുറച്ചും കൂടി മുന്നേറാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ പാഠശാലകളുണ്ട്. ഇപ്പോഴത്തെ പെൺപിള്ളേര് ചെറുപ്പം മുതലേ നല്ല ധൈര്യമായിട്ട് ആത്മവിശ്വാസത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ടാണ് ധീര പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഉണ്ട്. ഇതൊന്നും കൂടാതെ കുറേ പദ്ധതികൾ വേറെ ഉണ്ട്. എന്താണ്, തൊഴിലരങ്ങത്ത് പദ്ധതി, ഷീപാഡ് പദ്ധതി, പിന്നെ വനിതാമിത്രം പദ്ധതി, സേഫ് സ്റ്റേ പദ്ധതി. ഇതൊക്കെ എന്താണെന്നറിയാമോ? ഈ വനിതാമിത്രം, സേഫ് സ്റ്റേ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ നമ്മൾ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത്, പഠിക്കുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ സുരക്ഷിതമായിട്ട് താമസിക്കാനും ജോലിക്ക് പോയി വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പദ്ധതിയാണ് ഇത്, ഈ പറഞ്ഞതൊക്കെ. അങ്ങനെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ ഗവൺമെൻറ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ആരും അന്വേഷിക്കുകയില്ല, പറയുകയില്ല. എന്നിട്ട് ആരുടെയെങ്കിലും അടിയും കൊണ്ട് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അത് സഹിച്ച് അങ്ങനെ ജീവിക്കാം. അങ്ങനെ കഴിയേണ്ടവരല്ല. ഓ, ഇപ്പോഴേ ഇതൊക്കെ എനിക്ക് മനസ്സിലായത്. ഞാനിത് അയച്ചു തരാം കേട്ടോ. ഒന്ന് അയച്ചു തരണം. അത് അയച്ചു തന്നിട്ട് അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് പരാതി കൊടുക്കാൻ പറ. എനിക്ക് ഞാൻ പോയിട്ട് വരാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ആയിക്കോട്ടെ. അയച്ചിടണം, മറക്കല്ലേ? ഇല്ല, ഞാൻ തന്നെ ഇപ്പൊ തന്നെ അയക്കാം. ഡാഡി, എന്തോ നടി അമ്മ പറഞ്ഞ പോലെ ഞാൻ രാജ്യം വിട്ടു പോവേ. നീ ഏത് രാജ്യം വിട്ടു പോയാലും ഞാൻ ഈ പറഞ്ഞ പോലെ നടക്കുള്ളൂ മുത്തേ. എന്തെങ്കിലും സെൻസ് ഉണ്ട് അമ്മ പറഞ്ഞ? ഉണ്ട്. നീ കുറെ ഇംഗ്ലീഷ് ഒന്നും എന്നോട് പറഞ്ഞ് പേടിപ്പിക്കണ്ട എന്നെ. ഇത് നീ എന്താ പറയണത്? ഇത് പിള്ളകളിയല്ല, കല്യാണമാണ്. എടുപിടിന്ന് പറഞ്ഞാൽ അങ്ങനെ നടത്താൻ പറ്റൂല. ഇപ്പൊ 21 വയസ്സ് കല്യാണം നടത്തണമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇപ്പൊ 20 വയസ്സായി. ഇനി ഒരു കൊല്ലത്തിനകത്ത് എങ്ങനെ കല്യാണം നടത്തുമെന്നാണ്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഇനി എങ്ങനെ കല്യാണം നടത്തും? എത്ര നാൾ കൊണ്ട് ഞാൻ പറയുന്നു പെണ്ണിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം, അവള് വളർന്നു വരുവാണ്, അവളുടെ ഒന്നും നമ്മുടെ കയ്യിലില്ല, എന്തെങ്കിലും ചെയ്യിട്ടോ, എന്തെങ്കിലും ചെയ്തിട്ടോ. നിങ്ങൾ എന്തെങ്കിലും വില എനിക്ക് തന്നോ? നീ മിണ്ടായിരിക്കും മുത്ത, നിനക്ക് നീ ഇതിനകത്തൊന്നും പറയണ്ട. അതെ, അവള് വളരട്ടെ, അവള് പഠിക്കട്ടെ, അതിന് സമയം കൊടുക്കുക അതിന് വളരാൻ. അത് വളർന്നോളും. ഞാൻ വളർന്നില്ലേ? വളർന്നോളും. ക്ലീറ്റോ, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ആ ജോത്സ്യം പറയണ കേക്കണം. ജോത്സ്യം ഓരോ കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, വെടി കൊണ്ട് നിൽക്കുമായിരുന്നു ഞാനും അവളും. ഈ കണ്ട ജോത്സ്യന്മാരും പറയണ ഇങ്ങോട്ട് വെടി കൊണ്ട് നടന്നോ? ചുമ്മാ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങള്. ആവശ്യമില്ലാത്ത കാര്യമാണെന്നോ നിങ്ങൾ പറയുന്നത്? അതിനുള്ള ഉള്ള കുട്ടിയാണത്. ഉള്ള കുട്ടിയൊന്നുമില്ല. 20 വയസ്സെന്ന് പറയുമ്പോ ഉള്ള കുട്ടിയാണോ? ആണ്. കുറച്ച് ഒരു കാര്യം മനസ്സിലാക്ക്. ഇപ്പൊ ഈ 21 വയസ്സിന് മുമ്പ് അവളുടെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ കല്യാണം നടക്കാൻ 36 വയസ്സ് കഴിയണം. അത് കറക്റ്റ് പ്രായമാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അവരുടെ കാലിൽ നിൽക്കാൻ പറ്റി വരണ സമയം 36 വയസ്സാണ്. നല്ലതാണ്.
പള്ളി സെമിത്തേരിയിലോട്ട് പോറാകുമ്പോ മതിയോ? നിങ്ങൾക്ക് കൊച്ചിന്റെ കാര്യം കണ്ടാ മതിയോ? ഇനിയിപ്പോ നിന്നെ സെമിത്തേരിയിലോട്ട് എടുത്താൽ പോലും ഞാൻ അവളുടെ കല്യാണം അന്തസ്സായിട്ട് നടന്നു. നീ അത് ഓർത്ത് വിഷമിക്കണ്ട, ഒരു കുറവും വരുത്തൂല. എനിക്ക് എന്റെ കൊച്ചിന്റെ കാര്യം നല്ല ആയുസുള്ള നേരത്ത്, നല്ല ആവതുള്ള സമയത്ത് കാണണം എന്ന് പറഞ്ഞപ്പോ നിനക്ക് കല്യാണം കാണണമെന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ചങ്ങ് ഇതെന്ത് മറ്റേ പശു കച്ചവടം അല്ല, അങ്ങ് പിടിച്ച് കൊടുക്കാനും നടത്താനും ഒക്കെ അതിന്റെ സമയമാകുമ്പോൾ നടക്കും. പിടിക്കാതെ നടക്കണത് ലവന്റെ ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ടാണ്. എന്റെ തലയിലിട്ട്. നിന്റെ തലയിലല്ല മുത്ത, നീ ഇല്ലാത്ത കാര്യം പറയണ എന്തിനാ? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ. നിങ്ങൾ കല്യാണം കഴിച്ച് പോയെന്നങ്ങ് വിചാരിച്ചോ? തീർന്നല്ലോ. നീ ഒന്ന് അടങ്ങ്. ഇത് ആരെങ്കിലും ഒന്നും ഒരു പൊടിക്ക് അടങ്ങ്. ഓ എന്റെ കർത്താവ്, ഇതിന്റെയൊക്കെ ഇടയിൽ കിടന്ന് മനുഷ്യന്റെ സമാധാനം പോവാണ്. ഞാൻ പറയണതാണ് സമാധാനക്കേട്. എനിക്ക് പേടിയായിട്ടാണ്. ഈ ജോത്സ്യനാണ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് നിന്റെ ജീവിതത്തിലാ? അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വന്നത്. ആ ജോത്സ്യനൊക്കെ നേരത്തെ കണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കുടുക്കി ചെന്ന് ചാടുവോ? എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് മുട്ടാപ്പോക്കിരുന്ന് പറഞ്ഞാൽ മതി. ഓരോ ജോത്സ്യന്മാരും അവിടെ ഇവിടെ ഇരുന്ന് പൈസക്ക് വേണ്ടി അത് ഇതും മക്കളെ ഇനി വന്നേ അമ്മ എന്തുവാണ് പറയട്ടെ, ഇങ്ങോട്ട് വാ. പിന്നെ അതെ, ചുമ്മാ ഇങ്ങനെ വഴക്കിടല്ലേ അമ്മ. ഇപ്പൊ അമ്മയുടെ സമാധാനക്കേട് എന്താണ്? നമ്മളെ വീട്ടിൽ ഓരോ ദോഷങ്ങൾ പറഞ്ഞതിന്റെ പേരിലല്ലേ? അതെ ഡാഡി, ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെടുത്ത്. നമുക്കേ ആളും ബഹളമൊന്നും ഇല്ലാതെ വളരെ ലളിതമായിട്ടൊരു കല്യാണം പോലെ നടത്തിയാലോ? ചെറിയൊരു ഇതില്. സന്തോഷം. ഇപ്പൊ ഡാഡിക്കും ഭ്രാന്തായിട്ടുണ്ട്. അടിക്കടി 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 ബാ നേരി ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചില കാര്യങ്ങൾ നിന്റെ അടുത്ത് പറയാൻ പോവുകയാണ്. ഇവിടെ അടിക്കടി ദോഷങ്ങളാണ്. ഓരോ ദിവസം കഴിയും തോറും ഓരോ ദിവസങ്ങളും അവള് മറിഞ്ഞു വീണ്, മറ്റവള് മറിഞ്ഞു വീണ്, നിനക്കാപത്ത്, ക്ലീറ്റോസിന് എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്കൊട്ടും കഴിയ. അതുകൊണ്ട് അതിനൊരു ജോത്സ്യനെ കാണാനായിട്ട് ഇവിടുത്തെ പെണ്ണുങ്ങൾ 3 പേരും കൂടെ പോയിരിക്കുകയാണ്. പല്ലി ആഹാരത്തിൽ ഇത് ചെയ്യുമെന്ന് പറ. ഒരു പല്ലി എടുത്ത് കളയും, പിന്നെ 3ന്റെ അന്ന് വീണ്ടും പല്ലി. ഈ ഇടയ്ക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒരു 2-3 പല്ലികൾ വാല് മുറിച്ചിട്ട് കിടന്ന് പിടയ്ക്കുന്നു. ഇതൊക്കെ ദോഷങ്ങളാണ് നമ്മുടെ മുമ്പിൽ കിടന്ന് പിടയ്ക്കുന്നത്. അങ്ങനെ അവര് പരിഹാരം കാണാനായിട്ട് ഒരു ജോത്സ്യന്റെ അടുത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ നടന്ന സംഭവങ്ങളും ജോത്സ്യം പറഞ്ഞ സംഭവങ്ങളും ഒറ്റുപോലിരിക്കുകയാണ്. അതാണ് അപ്പൊ ജോത്സ്യം പറഞ്ഞത്, മുത്തിനെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം. അല്ല വേറൊന്നും അല്ല. അപ്പൊ ഈ 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഈയിടയ്ക്കൊന്നും കല്യാണം നടക്കത്തുമില്ല. വച്ചോണ്ട് നീട്ടിക്കൊണ്ട് പോകാതെ ആ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കുക, ആ ബാധ്യതയും തീരും. പിന്നെയാണെങ്കിൽ എത്രയെങ്കിലും നാള് കാത്തിരിക്കണ്ടേ? നമ്മുടെ വീട്ടിലെ അനർത്ഥവും മാറത്തില്ലേ? അപ്പൊ അതല്ലേ നല്ലത്. അതിനൊരു പരിഹാര പൂജ ഇവിടെ വെച്ച് നടത്തണം എന്നുള്ളത് എത്രയും പെട്ടെന്ന് 2 ദിവസമെങ്കിൽ 2 ദിവസം, എന്തെങ്കിലും. അതുകൊണ്ട് നീ ചാടിത്തുള്ളിക്കൊണ്ട് എൻ്റെ അടുത്ത് വരരുതേ, ആരുടെയും ചാടിത്തുള്ളരുതേ. സൗമ്യമായിട്ട് കേട്ട് വേണ്ടുന്നത് നീ എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കുക. എനിക്ക് അതേ ഉണ്ട് പറയാൻ. എത്തോണ്ട് പോകാൻ പറ്റുമോ? എന്തോ അമ്മായി അവിടെ ചേച്ചിയുടെ അടുത്ത് എന്തുപറ്റി? ഓ വരുന്നടാ. എന്നാ അമ്മായില്ലേ? ഓ എന്തുവാട്ടാ? അല്ല എന്നിട്ട് എന്തായി? ജോത്സ്യൻ എന്ത് പറഞ്ഞു? എടി കുഴപ്പമില്ല, എന്താ കാര്യം പറഞ്ഞോ? പറയട്ടെ. അതെന്താന്നോടാ, ജോത്സ്യനെ കാണണമെന്നൊന്നും വിചാരിച്ചതല്ല. ഇന്നലെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോഴുണ്ടല്ലോ, അതിനകത്തൊരു പല്ലി വീഴും.
പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയപ്പോ അതിലും വീണു. അതിലും വീണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പല്ലി വീഴുന്നത് നല്ലതല്ല. അതിനു മുമ്പ് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. നിനക്ക് സസ്പെൻഷൻ വരെ വന്നില്ലേ? റൊണാൾഡിനെ പോലീസ് പിടിച്ചോണ്ട് പോയി, അമ്മാവനെ പോലീസ് പിടിച്ചോണ്ട് പോയി, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായേ. അപ്പൊ അമ്മായിയാ പറഞ്ഞത് എന്തോ ദോഷത്തിന്റെയാണ്, നമുക്കൊന്ന് പോയി നോക്കാം, അമ്മായിക്ക് അറിയേണ്ട ഒരു ജ്യോത്സ്യനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാ കനക അറിഞ്ഞത് ദോഷമുണ്ട്, കൊച്ചിന്റെ കല്യാണം നടത്തണം എത്രയും പെട്ടെന്ന്. ഈ 21ാമത്തെ വയസ്സിൽ നടന്നില്ലെങ്കിൽ പിന്നെ 31 വയസ്സ് കഴിഞ്ഞിട്ടേ നടക്കുള്ളൂ. അതും പിന്നെ ഒരു പൂജയും പറഞ്ഞിട്ടുണ്ട്, അതോടുകൂടി എല്ലാം ശരിയാവൂന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കാര്യം. നീ ഇനിയിപ്പോ സമ്മതിച്ചില്ലെങ്കിലോ എന്നോർത്താ നിന്നോട് പറയാതിരുന്നത്. അല്ല ഞാൻ പിന്നെ അറിയണ്ടല്ലേ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പ്രശ്നം പല്ലിയാണോ മുത്താണോ? മുത്തിന്റെ ഇത് കാരണമാണ് പല്ലി വീണത്. മുത്തിന്റെ അല്ല, എല്ലാവർക്കും ഉണ്ട്. അല്ല ഞാൻ ചോദിച്ചോടി. പറയടി, ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ദോഷങ്ങളെല്ലാം മാറും. ആ. ഇപ്പൊ മുത്താണോ ദോഷം? മുത്തു ദോഷമല്ല, അവളുടെ നാളിന്റെ എന്തെങ്കിലും ആയിരിക്കുവേ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിത് മറ്റുള്ള വീടല്ലേ, ഈ ഉത്തരത്തിലും അവിടെ ഇവിടെയൊക്കെ പല്ലി സാധാരണ ഒന്നും ഇരിക്കാറില്ലേ? അത് ഈ വന്ന് ഭക്ഷണ സ്ഥാനത്തിൽ തന്നെ എന്തുകൊണ്ടാ വീണത്? നമ്മൾ അടച്ചു വെച്ചിരുന്ന വീടുമായിരുന്നോ? ആണോ? എനിക്ക് എങ്ങനെ സസ്പെൻഷൻ കിട്ടിയത്? അത് തെറ്റിദ്ധാരണയുടെ പേരിലല്ലായിരുന്ന? ആണോ? റൊണാൾഡിനെ എന്തിനാ പോലീസ് പിടിച്ചത്? അവന്റെ കയ്യിരിപ്പുണ്ടല്ലേ? ആണോ? ഇതിന് നമ്മൾ മോളെ കെട്ടിച്ചു വിട്ടാല് ഈ പ്രശ്നങ്ങളൊക്കെ തീരുവോ എന്നാണ് ജോത്സ്യം പറഞ്ഞത്. അല്ലമ്മ, അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയല്ലേ ഉള്ളൂ. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ, ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. ഈ കാലത്ത് പെൺകുട്ടിക്ക് എന്താ വേണ്ടത്? സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ശേഷി. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇല്ലാത്ത പണം കൊടുത്ത് അവളെ പഠിക്കാൻ വിട്ടത്. ആ പഠിത്തം തുടങ്ങിയല്ലേ ഉള്ളൂ. ഇനി 4-5 കൊല്ലം കഴിയുമ്പോൾ അവൾ ഡോക്ടറായിട്ട് ഇറങ്ങേണ്ട കൊച്ചല്ലേ. അവളെ പഠിത്തം മുടക്കിയിട്ട് നമ്മൾ അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടാനുള്ള അവസ്ഥ എന്താണ്? നാളെ ആ കുടുംബജീവിതം നന്നാവില്ല നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരു ആപത്ത് വന്നാൽ നമ്മൾ അന്നേരം ജോലിസിനെ പോയി കാണുമ്പോൾ ജോലിസിന് എന്തായിരിക്കും പറയുന്നത്? അപ്പൊ ഇതൊന്നും ഞാൻ വഴക്കുണ്ടാക്കുന്നില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ ആലോചിക്കുക, ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കുക. മുത്തിനോട് ചോദിക്കുക കല്യാണം കഴിക്കാറായോ എന്ന്. കാരണം ഇപ്പം കുട്ടികൾക്ക് അവരവരുടെ തീരുമാനം എടുക്കാനുള്ള ശേഷിയുണ്ട് അവർക്ക്. അവർക്ക് സമ്മതമാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇതോട് തീരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച് പറഞ്ഞാൽ ഞാൻ കൂടെ ഉണ്ട്. ഒന്നുമില്ല, ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കില്ലമ്മ, പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എവിടെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ആലോചിക്കണമെന്നൂടി, നന്നായിട്ട് ആലോചിക്കണം. ആലോചിക്കണ്ട, വേണ്ട വേണ്ട. നീ പറഞ്ഞ ശരിയാ. അച്ഛോ, ഇത് നോക്ക്, നമ്മുടെ വീടിന്റെ പറയുന്ന കിട്ടിയത് ഒരു കുമ്പളങ്ങ. അതിനകത്ത് നൂലൊക്കെ വെച്ചേക്കുന്നു. ഓ അല്ല, ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് ടെൻഷൻ വരുമ്പോൾ മനുഷ്യരായിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഇവിടം വരെ എത്തിയാൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കുഴിച്ചിടണോ അത് കളയണോ? കളയാം, മൊത്തത്തിൽ കളയാം. ഒന്നുമില്ലടി.